ഹലോ എവ്രി വൺ. അപ്പം ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. എൻ്റെ കുറേ നാളത്തിന് ശേഷമുള്ളൊരു ആഗ്രഹമാണ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ഉച്ചയ്ക്കാന്നേ ഉള്ളൂ. കാരണം സൺഡേ നമ്മൾ എണീക്കുക ഉച്ചക്കാണ്. അപ്പോൾ സമയം ഇപ്പോൾ 1:45. നമ്മളിപ്പോൾ എണീക്ക് പല്ലൊക്കെ തേച്ച് റെഡിയായിരിക്കുകയാണ്. നമ്മളെ കെട്ടിയ അടുക്കളയിൽ എന്തോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം നമുക്ക് പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കാം. പിന്നെ കോഫി ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം കോഫി എന്തായാലും വയ്ക്കും. കുറച്ച് നമുക്ക് പഞ്ചസാര ഇടാം. നമ്മൾ പാല് തിളച്ചട്ടോ. പിടിക്കറാ അപ്പം എങ്ങനെയുണ്ട്? ഓ ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. ഹായ്, ചപ്പാത്തി ആക്കിയാ ചിക്കനും ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം രണ്ടും കൂടെ ഒന്നിച്ചാണ് കേട്ടോ കഴിക്കുന്ന അല്ലേ? ചപ്പാത്തിയും ചിക്കനും കാപ്പിയും. ഓക്കെ, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, പാത്രമെല്ലാം കഴുകി. ഇനി കുറച്ച് നേരം റെസ്റ്റ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്തെല്ലാം ഉണ്ടെന്ന്. പക്ഷെ പക്ഷെ ഉറങ്ങുക എണീക്കുക, ഉറങ്ങുക എണീക്കുക, എന്തെങ്കിലും തിന്ന് കിടക്കുക. ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അത്രമാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഇതുപോലൊരു സപ്പോർട്ട് ഇല്ലാത്ത ഞാൻ അങ്ങനെ ഇടാല്. ഇപ്പൊ ഇങ്ങനെ പോണത് നമ്മളെ ചിത്രേച്ചിയും ഫാമിലിയും വരുന്നുണ്ട്. അപ്പൊ അവരെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം സാധനങ്ങൾ വാങ്ങി തന്നിട്ട് പോയാൽ മതി കറി വെക്കാനുള്ളത്. ഭയങ്കര ഭക്തി. ആ പുതിയൊരു പിട്ട് കളിക്കല്ലതാടെ ഊരി വെക്ക്. നീ വാങ്ങണം, പച്ചക്കറി വാങ്ങണം. പിന്നെ നമ്മൾ കുറച്ചേരി ഇവിടെ കിടക്കും, കുറച്ചേരം അപ്പുറം കിടക്കും, കുറച്ചേരി ഇപ്പുറം കിടക്കും. തന്നെ നമുക്ക് ടി വി കാണാം. ടി വി ഉണ്ട്, നമുക്ക് ടി വി കുറച്ചേരം കാണാം. നമ്മളെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാലോ. മല്ലിച്ചപ്പ്, മീന്, മാന്തിയാന്ന് തോന്നുന്നു. ഓക്കെ, സാമ്പാറുള്ള കഷ്ണങ്ങൾ മേടിച്ചുകൊണ്ടാണ് മന്തിണ്ടാക്കുന്നത്. ചേന, മത്തനുണ്ട്. മത്തനൊക്കെ അത്ര ഉള്ളൂ കേട്ടോ, 1 തരം മാത്രമേ ഉള്ളൂ. കോവക്ക, തക്കാളി. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിന് ഞാൻ വേറെ റേഷൻ അയക്കാം.
വേറെ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ സാമ്പാറിന് പണി തുടങ്ങാം. കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കട്ടാക്കി ഇടാം കേട്ടോ. നമുക്ക് അതിൽ നിന്ന് തന്നെ ചോറ് വെച്ച് തുടങ്ങാം. അയ്യോ നാട്ടിലൊന്നും ശരിയാവില്ല. നമുക്കങ്ങനെ തോന്നും. 2 ദിവസം ചിത്രേച്ചി വന്നു. നമുക്ക് വൈകിട്ട് ചിത്രേച്ചിനെ കാണാൻ വേണ്ടി പോവാം അല്ലേ? ചോറ് കറികളായിട്ട് സാധനം വെച്ച് നമുക്ക് നമ്മളെ സാമ്പാറാക്കാവേ. ഓക്കെ, തട്ടിക്കൂട്ട് സാമ്പാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പാർ വയ്ക്കും, പിന്നെ മീൻ വറക്കും, ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പരിചയക്കുറവുണ്ട്. അപ്പം ഇനി കറിയാക്കട്ടെ. കറിയാക്കിയിട്ട് ബാക്കി വീഡിയോയിൽ. നമ്മളങ്ങനെ മസാല വരയ്ക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഐറ്റൊക്കെ റെഡിയായേ. ചോറ് റെഡി ആയിട്ടുണ്ട്, ഫിഷ് ഫ്രൈ, സാമ്പാർ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചിത്രേച്ചിനെ കാണാൻ പോകണം. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിടക്കും. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുറത്തുനിന്ന് ആടെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആണ് അവസ്ഥ. വേണ്ട, നല്ലോണം വേർത്ത് കുറവുണ്ട്. നമ്മൾ പോണത് ചിത്രേച്ചിനെ കാണാനാണ്. അതൊന്നും സാരമില്ല, വലിയ റെഡിയൊന്നും ആവണ്ടില്ല. എന്നൊരു പിന്നായം കൂടി പിന്നെ ഫ്ലൈറ്റിൽ സഹിക്കാൻ സമ്മതിക്കണം. കാണിച്ച നല്ല സാധനം കിട്ടിയല്ലേ? പറഞ്ഞോളൂ, വന്നിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും കിടക്കാം. അപ്പോൾ നമ്മളൊരു കടയിലും കയറി. അത് ഇവർ ഒഴിച്ച് വിടുന്ന കടയായതുകൊണ്ട് ചെറിയ പൈസക്ക് നമുക്ക് സാധനങ്ങളെല്ലാം കുറേ കിട്ടിയൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ ഫ്രീ ആയിരിക്കുമ്പോൾ കളിക്കാനായിട്ട് നല്ലതല്ലേ? കുറച്ച് മതി. ഇനി കഴുകണം. ഇപ്പോൾ ചോപ്പകറി പാത്രം കഴുകി വെക്കുന്നുണ്ട്. ഞാനവിടെ കുറച്ചേരം ഫാനിലിരിക്കട്ടെ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയൊരു സാധനമാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് സാധനം കൂടി വരാനുണ്ട്. ചിത്രേച്ചിയുടെ കയ്യിൽ കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുള്ളൂ. ഇനി ഓരോരോ ചേച്ചിമാർ വരുമ്പം ഓരോരോ സാധനം വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിന് എന്താ ഇടുക, ഓണത്തിന് എന്താ പ്രിപ്പറേഷൻ ചെയ്യാന്നെല്ലാം നമ്മളിപ്പോഴേ ഇങ്ങനെ നോക്കി ഇൻസ്റ്റാഗ്രാം വെച്ച് സ്ക്രോൾ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ചേച്ചിമാർ വരുമ്പോൾ കുറേ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുവരും ഓരോരുത്തരൊക്കെ ആയിട്ട്. 11:45.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്യാണ്. ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഫസ്റ്റാണ് ഞാൻ എൻ്റെ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ. ബൈ. ഗുഡ് നൈറ്റ്.